നമസ്കാരം. കഴിഞ്ഞ ദിവസം കോടതി വളരെ കൃത്യമായ ഒരു വാറണ്ട് പുറപ്പെടുവിച്ചു. കോടതി മറ്റൊന്നും നോക്കിയില്ല, കൃത്യമായിരുന്നു വാറണ്ട്. റിപ്പോർട്ടർ ചാനലിൻ്റെ അഗസ്റ്റിൻ സഹോദരന്മാർ അടിയന്തരമായി അറസ്റ്റ് ഭരിക്കണം, അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. അതുവരെ കോടതിയെ കളിപ്പിച്ച് നടക്കുകയായിരുന്നു. അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതും ഉടനെ തന്നെ സറണ്ടർ ചെയ്തു 2 പേർ. ഇനി ഒരാളുണ്ട് സറണ്ടർ. 3 പേരാണ് അവർ, അഗസ്റ്റിൻ സഹോദരന്മാർ. 2 പേർ സറണ്ടർ ചെയ്തു. സ്വകാര്യ ഭൂമിയിലെ ഈട്ടി പോലുള്ള, റോസ്വുഡ് പോലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാമെന്ന് കർഷകർക്ക് കൊടുത്തിട്ടുള്ള ഒരു ക്ലൂ പിടിച്ചുകൊണ്ട്, അത് അന്ന് റവന്യൂ വകുപ്പിൻ്റെ സെക്രട്ടറി ആയിരുന്ന, പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന, അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ജയതിലക് ഇറക്കിയ ഒരു ഉത്തരവിൻ്റെ മറ പിടിച്ചുകൊണ്ട്, ആ ഡോക്ടർ ജയതിലകിൻ്റെ പേരുമൊക്കെ അന്ന് വന്നിരുന്നു, മറ പിടിച്ചുകൊണ്ട് വളരെ കൃത്യമായി മുട്ടിൽ എന്ന് പറയുന്ന സ്ഥലത്ത്, വയനാടിലെ മുട്ടിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ടൺ കണക്കിന് മരത്തടിയാണ് മുറിച്ചു മാറ്റിയത്. ഇരുട്ടിൻ്റെ മറവിൽ ചെയ്ത ആ കൊള്ള DFO അടക്കമുള്ള ആളുകൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ ചെറിയ ഭരണത്തിൻ്റെ ചെറിയ സഹായം അന്ന് കിട്ടി. പക്ഷെ വലിയ കേസുകളായി, വലിയ പ്രശ്നമായി. ഇവർ ഇത് കൊണ്ടുവന്ന് ഒരു ടിപ്പർ ടിപ്പോയിൽ കൊടുക്കുന്നു, ടിമ്പർ ഡിപ്പോയിൽ കൊടുക്കുന്നു. ആ മുതലാളി അത് പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നു. അങ്ങനെ വലിയ വിവാദമായി. ഈ വിവാദമായ സമയത്താണ് ഇവർ കോടതി പോവില്ല, അങ്ങനെയാണ് അറസ്റ്റ് വാറണ്ട് വന്നത്. അതീവ ഭയാനകമായ കൊള്ളയാണ് ചെയ്തത് കേരളത്തിൽ. വയനാട് അല്ലെങ്കിലും കാലാവസ്ഥാ വ്യതിയാനവും വരൾച്ചയും വെള്ളപ്പൊക്കവും പ്രളയവും വേണ്ട ബഹളമാണ്. എന്നിട്ട് ആ ബഹളമുള്ള സ്ഥലത്ത് വളരെ കൃത്യമായി മരം മുറിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാവുന്നതല്ല. അങ്ങനെ കൊണ്ടുപോയ പണം ഉൾപ്പെടെ ചെയ്തിട്ടാണോ MV നികേഷ് കുമാറിൽ നിന്ന് ചാനൽ വാങ്ങിയത്? അങ്ങനെയാണെങ്കിൽ അത് ഒരു ഫ്രോഡ് മണിയല്ലേ, ഷെയ്ഡി ക്യാരക്ടറല്ലേ അതൊക്കെ? എന്നിട്ട് ചാനലിൽ വന്നിരുന്ന് ഈ സൂര്യന് താഴെയുള്ള സകല കാര്യങ്ങളും ചർച്ച ചെയ്യും ഡിബേറ്റിലൂടെ. ഉളുപ്പുണ്ടോ? നൈതികതയുണ്ടോ ജീവിതത്തിൽ? ഇത് ഗൗരവമായൊരു വിഷയമാണ് കേരളത്തിൽ. നമ്മളിപ്പോൾ യൂട്യൂബ് ചാനലിലിരുന്ന് ഏതെങ്കിലും ഒരു റിപ്പോർട്ടർ പോലുള്ള വളരെ പ്രമുഖമായ ചാനലിനെതിരെ വർത്തമാനം പറയുന്നതല്ല. എന്തിനാണ് നമുക്ക് എന്താ കാര്യം? നമ്മളെവിടെ നിൽക്കുന്നു, അവരെവിടെ നിൽക്കുന്നു. അവർ കേരളത്തിലെ ഏറ്റവും മുഖ്യധാര മാധ്യമങ്ങളിൽ, സാറ്റലൈറ്റ് ചാനലുകളിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ബാർ റേറ്റിങ്ങിലൊക്കെ, അത് കൃത്രിമ ബാർ റേറ്റിംഗ് ആണെങ്കിലും അതിലും കേസുണ്ടായി. ഏഷ്യാനെറ്റിനെതിരെയും ഒക്കെ കേസ് കൊടുത്തു, ഏഷ്യാനെറ്റ് കൊണ്ട് കേസ് കൊടുത്തു, മാനനഷ്ട കേസ് കൊടുത്തു, വലിയ പ്രതിസന്ധിയായി. എന്തായാലും മുട്ടിൽ മരമുറിയുടെ പേരിൽ 3 സഹോദരന്മാരെയും പോലീസ് അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അറസ്റ്റ് വാറണ്ട് വന്നു. 2 പേർ സറണ്ടർ ചെയ്തു. ഒരാളിപ്പോൾ ഒളിവിലാണ്. എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഷെയ്ഡി ക്യാരക്ടേഴ്സ്, ഫ്രോഡ് മണി ഒക്കെ കൊണ്ട് ഒരു സൊസൈറ്റിയെ എങ്ങനെ വിലക്കെടുക്കാൻ പറ്റും? അവർ ആരെയൊക്കെയാണ് വിലക്കെടുത്തത്? ഡോക്ടർ അരുൺകുമാർ, പൊളിറ്റിക്സിൻ്റെ അസിസ്റ്റന്റ് പ്രൊഫസർ, ഡോക്ടറേറ്റ് ഉള്ള ആൾ, അറിയപ്പെടുന്ന അവതാരകൻ, ആങ്കർ. സ്മൃതി പരുത്തക്കാട്, മാതൃഭൂമിയിൽ വളരെ പോപ്പുലറായി അറിയപ്പെട്ടിരുന്ന ആൾ. മാധു. പണം കൂടുതൽ കൊടുത്തുകൊണ്ടാണ് അവർ പോയത്, അല്ലെങ്കിൽ പദവി കൊടുത്തു കാണും. എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്നൊക്കെ പറഞ്ഞ് പല പദവി കൊടുത്തു കാണും, അല്ലെങ്കിൽ പണം കൊടുത്തു കാണും, മറ്റൊന്നുമില്ല. എത്ര മനോഹരമായി, എത്ര ക്ലിയർ ആയിട്ടാണ് ഒരു സമൂഹത്തെ പറ്റിക്കുന്നത്. നമുക്ക് അനുവദിക്കാൻ കഴിയുന്നതാണോ? ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ എന്തായാലും കോടതിയിൽ സറണ്ടർ ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ചെയ്തു. ഇനിയിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തും, അത് കോടതിയിൽ ഹാജരാക്കും. ജാമ്യം കിട്ടിയാൽ പുറത്ത് വരും, ജാമ്യം കിട്ടിയില്ലെങ്കിൽ അകത്ത് കിടക്കും. എന്തൊരു കഷ്ടമാണ് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ. ഷെയ്ഡി ക്യാരക്ടേഴ്സായിട്ടുള്ളവർ, ഫ്രോഡ് മണി ഉണ്ടാക്കി, ഷെയ്ഡി മണി ഉണ്ടാക്കി, ചാരപ്പണം ഉണ്ടാക്കി, അത് വെളുപ്പിച്ച് ചാനൽ തുടങ്ങി, ചാനൽ വാങ്ങി, അതിൽ ഏറ്റവും പ്രഗത്ഭരായ അവതാരകരെ കൊണ്ടുവച്ച് അത് 1ാമത്തെ ചാനലായി ഈ കെട്ട കാലത്ത് ജീവിക്കുകയാണ്. അതിലേക്ക് പോകുന്നവരെ സമ്മതിക്കണം. തീർച്ചയായിട്ടും പണമാണല്ലോ. പരുന്തിൻ്റെ മുകളിൽ പണത്തിൻ്റെ മുകളിൽ പരുന്തും പറക്കില്ല എന്നാണല്ലോ. പണമാണല്ലോ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. പദവിയും പണത്തിനും വേണ്ടി മനുഷ്യർ ഓടുമ്പോൾ എല്ലാ നൈതികതയും ഇല്ലാതാവുകയാണ് ഇവിടെ. എന്താണ് ഈ ചാനലുകളിൽ വരുന്ന വാർത്തകളൊക്കെ? തീർച്ചയായിട്ടും എന്തായാലും
മരം മുറി പരിപാടി വളരെ ഗൗരവമായ ഒരു വിഷയമായി വന്നിട്ടുണ്ട്. നമുക്കത് പരിശോധിക്കപ്പെടേണ്ടതാണ്. കോടതി വിലയിരുത്തട്ടെ, ശരി തെറ്റുകൾ കോടതി തീരുമാനിക്കട്ടെ. പക്ഷേ വയനാടിലെ മരം മുറിച്ച് മുട്ടിലെ മരം മുറിച്ചതിന് വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം വയനാടിലെ കാലാവസ്ഥ വല്ലാതെ മാറി മറിഞ്ഞ് കളിക്കുകയാണ്.